കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തിയായത് എങ്ങനെയാണെന്നറിയോ? ഇല്ല. പാലക്കാട് കല്ലേക്കുളങ്ങരയിലെ ഏമൂർ ഭഗവതി ക്ഷേത്രവുമായി അതിനൊരു ബന്ധമുണ്ട്. ശരി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിൽ ഒരു വലിയൊരു ബന്ധമാണ്. ഇവിടെ നിന്നാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് പിന്നീട് കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തിയായി മാറിയത്. ഈ കൈപ്പത്തിയിൽ നിന്നുമാണ് സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ഉണ്ടാകുന്നത്. 1982 ഡിസംബർ 13 ഇന്ത്യൻ പ്രധാനമന്ത്രി സാക്ഷാൽ ഇന്ദിരാഗാന്ധി പാലക്കാടെത്തി എമൂർ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. കൈപ്പത്തി പ്രതിഷ്ഠയെ വണങ്ങി ഡൽഹിയിലെത്തിയ ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തിയാണെന്ന് പ്രഖ്യാപിച്ചു. ചീഫ് മിനിസ്റ്ററാണ് ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതും ഇവിടുത്തെ കൈപ്പത്തി ചിഹ്നത്തിനെ കണ്ട് അവിടെ നിന്നാണ് കൈപ്പത്തി ചിഹ്നം അവരുടെ ആദ്യം മറ്റു ചിഹ്നമായിരുന്നു. പിന്നെയാണ് കൈപ്പത്തി ചിഹ്നം എടുത്തു കഴിഞ്ഞ ശേഷം അവർ 10-30 കൊല്ലം നിരന്തരമായിട്ട് ഭരിച്ചത് ഈ ഒരു ഇതുകൊണ്ടാണ്. പശുവും കിടാവും ചിഹ്നമാണ് കൈപ്പത്തിയായി മാറിയത്. കോൺഗ്രസിന്റെ ചിഹ്നം പിന്നീട് ഇതുവരെ മാറിയിട്ടില്ല. അത് ഒരു കോൺഗ്രസിന്റെ മറ്റു ചിഹ്നങ്ങളിൽ നിന്ന് പ്രത്യേകമായ ഒരു ചിഹ്നം, ആർക്കും എപ്പോഴും ഓർമ്മിക്കാൻ പറ്റാവുന്ന ഒരു ചിഹ്നമാണ്. ഏതെല്ലാം നിലയ്ക്കായാലും അത് ഏറ്റവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആജീവനാന്തം ശ്രേയസ്സുണ്ടാക്കിയ ഒരു ചിഹ്നമാണ്. ഇന്ദിരാഗാന്ധി ക്ഷേത്രത്തിന് സമ്മാനിച്ച മണിയും ഇന്ദിരാഗാന്ധിയുടെ ഒപ്പും ഇപ്പോഴും ഇവിടെ കാണാം. കോൺഗ്രസിന്റെ പല നേതാക്കളും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ്. മീഡിയ 1 പാലക്കാട്.